ഹായ് ആൻഡ് ഹലോ എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളെല്ലാവരും സ്കൂൾ ഫൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വെറും 5 മിനിറ്റ് കൊണ്ട് പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എ ഗുഡ് ഫ്രണ്ട് ഈസ് വൺ റെഫേഴ്സ് എന്നാണല്ലോ. സോ നിങ്ങൾ നേടിയ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഷെയർ ചെയ്യാനായി താഴെ ഷെയർ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ റീസണിംഗ് പാർട്ടിലെ ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓർഡർ ആൻഡ് റാങ്കിങ് എന്ന ടോപ്പിക്കിൽ നിന്ന് എല്ലാ എക്സാംസിനും ഒരു 2-3 ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ആണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇൻ എ റോ ഓഫ് പേഴ്സൺസ്, Akshi is 18 from left and 19 from the right side of the row. Find the total number of persons in the row. ഒരു റോയിൽ അക്ഷയ് ലെഫ്റ്റിൽ നിന്ന് 18th റൈറ്റിൽ നിന്ന് 19th ആണെങ്കിൽ ആ റോയിൽ മുഴുവൻ ആളുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരാളുടെ ഒരു കോമൺ പേഴ്സൻ്റെ 2 സൈഡിൽ നിന്നുള്ള പൊസിഷനും തന്നിട്ടുണ്ടെങ്കിൽ, അതായത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ഒരാളുടെ തന്നെ പൊസിഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി L plus R minus 1, ദാറ്റ് ഈസ് ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷനും റൈറ്റിൽ നിന്നുള്ള പൊസിഷനും ആഡ് ചെയ്തിട്ട് 1 മൈനസ് ചെയ്യാം. 1 മൈനസ് ചെയ്യാൻ കാരണം ഒരു കോമൺ പേഴ്സൻ്റെ തന്നെ 2 സൈഡിൽ നിന്നുള്ള പൊസിഷൻ നമ്മൾ എടുക്കുന്നതുകൊണ്ടാണ് 1 മൈനസ് ചെയ്യുന്നത്. സോ ഇവിടെ ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ ഈസ് 18, റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ ഈസ് 19. സോ 19 പ്ലസ് 18 37. അതിൽ നിന്ന് നമ്മൾ 1 മൈനസ് ചെയ്യും, കാരണം കോമൺ പേഴ്സൻ്റെ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ 1 മൈനസ് ചെയ്ത് 36 വിൽ ബി ദി ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എ റോ ഓഫ് 65 persons, പൊസിഷൻ ഓഫ് അജിത് ഫ്രം ദി റൈറ്റ് സൈഡ് ഓഫ് ദി റോ ഈസ് 34. വാട്ട് ഈസ് ദി പൊസിഷൻ ഓഫ് അജിത് ഫ്രം ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോ? ഒരു റോയിൽ 65 ആളുകളുണ്ട്. അതിൽ അജിത്തിൻ്റെ പൊസിഷൻ റൈറ്റിൽ നിന്ന് 34 ആണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് അജിത്തിൻ്റെ പൊസിഷനാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. പൊസിഷൻ ഓഫ് അജിത് ഫ്രം ദി ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് റൈറ്റ് സൈഡിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു കേസിൽ, അതായത് ഒരു സൈഡിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസും തന്നിട്ടുണ്ട്, മറ്റേ സൈഡിൽ നിന്നുള്ള പൊസിഷൻ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസിനെ നമുക്ക് തന്നിട്ടുള്ള സൈഡിൽ നിന്നുള്ള പൊസിഷൻ കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് മൈനസ് പൊസിഷൻ ഫ്രം ദി അതർ സൈഡ് പ്ലസ് 1 നമ്മൾ ആഡ് ചെയ്യാൻ റീസൺ എന്ന് പറഞ്ഞാൽ അജിത്തിൻ്റെ ഹൂവർ ആടെയാണോ ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ആളുടെ റാങ്ക് കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 1 ആഡ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ പൊസിഷൻ ഓഫ് അജിത് ഫ്രം ലെഫ്റ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ദാറ്റ് ഈസ് 65 മൈനസ് പൊസിഷൻ ഓഫ് അജിത് ഫ്രം ദി റൈറ്റ് സൈഡ് ദാറ്റ് ഈസ് 34. 65 മൈനസ് 34 ഈസ് 31. 31 പ്ലസ് 1 ഈസ് 32. സോ പൊസിഷൻ ഓഫ് അജിത് ഫ്രം ദി ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 32 ആയിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഇൻ എ റോ ഓഫ് 92 persons, Diya is 35 from the left side of the row and Amal is 30 from the right side of the row. Find out the number of persons sitting between them. സോ ഇതിൽ നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റിംഗ് ബിറ്റ്വീൻ ദം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ദിയയുടെയും അമലിൻ്റെ ഇടയിലുള്ള ആളുകളുടെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് 92 തന്നിട്ടുണ്ട്. ആൻഡ് ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ദിയയുടെ റാങ്ക് 35 ആൻഡ് അമലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റാങ്ക് 30 ആണ്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് മൈനസ് ദിയയുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റാങ്ക് ആൻഡ് അമലിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള റാങ്ക് നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യും. സോ 2 പേരുടെ റാങ്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ 2 പേരുടെ റാങ്ക് ആഡ് ചെയ്തിട്ട് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. ഇതാണ് ഓവർലാപ്പിംഗ് കേസ്. സോ നമുക്ക് ഈ സൊല്യൂഷൻ നോക്കാം. നമ്പർ ഓഫ് പേഴ്സൺസ് ബിറ്റ്വീൻ ദിയ ആൻഡ് അമൽ കണ്ടുപിടിക്കാൻ വേണ്ടി 92 മൈനസ് 35 പ്ലസ് 30 ദാറ്റ് ഈസ് 92 മൈനസ് 65 27 ആണ് ആൻസർ. നമ്പർ ഓഫ് പേഴ്സൺസ് സിറ്റിംഗ് ബിറ്റ്വീൻ ദിയ ആൻഡ് അമൽ ഇസ് 27.
ഇനി നമുക്ക് അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ റോ ഓഫ് 20 persons, ദി പൊസിഷൻ ഓഫ് ഋതു ഫ്രം ദി ലെഫ്റ്റ് സൈഡ് ഓഫ് ദി റോ ഈസ് 6th. ഫൈൻഡ് ദി നമ്പർ ഓഫ് പേഴ്സൺസ് ആഫ്റ്റർ ഋതു ഇൻ ദി റോ. ഒരു റോയിൽ 20 ആളുകളുണ്ടെങ്കിൽ ആ റോയിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഋതുവിൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 6 ആണ്. ആ റോയിൽ ഋതു കഴിഞ്ഞ് എത്ര ആളുകളുണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നമ്പർ ഓഫ് പേഴ്സൺസ് ആഫ്റ്റർ ഋതു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് പൊസിഷൻ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള തന്നിട്ടുണ്ട് 6. ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് 20 തന്നിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് മൈനസ് തന്നിരിക്കുന്ന പൊസിഷൻ, തന്നിരിക്കുന്ന ഏത് സൈഡിൽ നിന്നുള്ള പൊസിഷനാണ് ആ പൊസിഷനാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ ഒരു കേസിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് മൈനസ് പൊസിഷൻ ഓഫ് ഋതു ഫ്രം ലെഫ്റ്റ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് പേഴ്സൺസ് ഈസ് 20, പൊസിഷൻ നമുക്ക് തന്നിട്ടുണ്ട് 6 എന്ന്. സോ 20 മൈനസ് 6 ഈക്വൽ ടു 14 ആണ് ആൻസർ. നമ്പർ ഓഫ് പേഴ്സൺസ് ആഫ്റ്റർ ഋതു 14. ഇനി നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ റോ ഓഫ് ഗേൾസ്, പ്രതിഭ ഈസ് 15 ഫ്രം ദി ലെഫ്റ്റ് ആൻഡ് കനിക ഈസ് 23rd ഫ്രം ദി റൈറ്റ്. If they interchange their positions, then Pradipha becomes 18 from the left. Then, at what position will Kanika be from the right? ഒരു റോയിൽ പ്രതിഭ ലെഫ്റ്റിൽ നിന്ന് 15th ആണെങ്കിൽ ആൻഡ് കനിക റൈറ്റിൽ നിന്ന് 23rd ആണെങ്കിൽ അവരുടെ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ പ്രതിഭ ലെഫ്റ്റിൽ നിന്ന് 18th ആവും. അപ്പോൾ കനികയുടെ റൈറ്റിൽ നിന്നുള്ള പൊസിഷനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഇതിൽ കനികയുടെ പൊസിഷനാണ്, റൈറ്റിൽ നിന്നുള്ള പൊസിഷനാണ് ചോദിച്ചിരിക്കുന്നത്. പ്രതിഭയുടെ ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷനും കനികയുടെ റൈറ്റിൽ നിന്നുള്ള പൊസിഷനും തന്നിട്ടുണ്ട്. അവർ പൊസിഷൻസ് ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ പ്രതിഭ ലെഫ്റ്റിൽ നിന്ന് 18th ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് നമുക്കിതിൽ തന്നിട്ടില്ല. സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ്, ഒരു റോയിൽ ഇത്രയും ഗേൾസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ നമ്പർ ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് പ്ലസ് റൈറ്റ് ഹാൻഡ് മൈനസ് 1. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ നിന്നുള്ള പൊസിഷനും റൈറ്റ് ഹാൻഡിൽ നിന്നുള്ള പൊസിഷനും ആഡ് ചെയ്തിട്ട് 1 കൊണ്ട് ലെസ് ചെയ്യാം. ദാറ്റ് ഈസ് ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ, കനികയുടെ ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ 18 ആണ് പ്ലസ് 23. കനികയുടെ ഓൾ പൊസിഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് മൈനസ് 1. 18 പ്ലസ് 23 മൈനസ് 1 ദാറ്റ് ഈസ് 40. ഇനി കനികയുടെ റൈറ്റിൽ നിന്നുള്ള പൊസിഷനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ടോട്ടൽ ഗേൾസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു 40 മൈനസ് ലെഫ്റ്റിൽ നിന്നുള്ള പൊസിഷൻ ദാറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. പ്രതിഭയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ കനികയുടെ പൊസിഷനായി മാറി. സോ 40 മൈനസ് 15 പ്ലസ് 1 ദാറ്റ് ഈസ് 26. സോ കനികയുടെ റൈറ്റിൽ നിന്നുള്ള പൊസിഷൻ ഈസ് 26. ഇനി നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ എ റോ, പൊസിഷൻ ഓഫ് ഡയമണ്ട് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ റോ ഈസ് 22nd and position of Ramesh from right side of the row is 35th. Find the total number of students in the row. ഈ ഒരു കേസിൽ ഇതൊരു സ്പെഷ്യൽ കേസാണ്. ദാറ്റ് ഈസ് 2 വ്യത്യസ്തരായ ആളുകളുടെ 2 സൈഡിൽ നിന്നുള്ള പൊസിഷൻ തന്നിട്ടുണ്ട്. പക്ഷേ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നിട്ടില്ലെങ്കിൽ അതിൻ്റെ ആൻസർ കനോട്ട് ബി ഡിറ്റർമൈൻഡ് ആണ്. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം 2 വ്യത്യസ്തരായ ആളുകളുടെ 2 സൈഡിൽ നിന്നുള്ള പൊസിഷൻസ് ആണ് തന്നിട്ടുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമുക്ക് തന്നിട്ടില്ല. സോ this is a special case that is cannot be determined. So thank you for watching this video. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം.